credit cards and credit components of banking products to UPI. Okay, hi all. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേയ്മെൻറ്റ് വിഷൻ 2025നെ സംബന്ധിച്ചാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസും ഫ്ലാഗ്ഷിപ്പുമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പേയ്മെൻറ്റ് വിഷൻ 2025. അപ്പോൾ പേയ്മെൻറ്റ് വിഷൻ 2025നെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിലൊന്ന് നോക്കാം. ഓക്കെ, Reserve Bank of India has came out with the Payment Vision 2025 with an objective to provide every user safe, secure, fast, convenient, accessible and affordable e-payment options. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇ പേയ്മെൻറ്റ് ഓപ്ഷൻസ് രാജ്യത്തെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേയ്മെൻറ്റ് വിഷൻ 2025ൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു ഡിജിറ്റൽ ഇക്കോണമിയിൽ വലിയൊരു റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഡിജിറ്റൽ ഇക്കോണമിയുടെ കാര്യത്തിൽ നമുക്ക് ആൾ ഓവർ ദി വേൾഡ് നമുക്ക് തേർഡ് പ്ലേസസിലാണ് നമുക്ക് നിൽക്കുന്നത്. അമേരിക്ക, ചൈന, അതിനുശേഷം നമ്മുടെ ഇന്ത്യയാണ് ഡിജിറ്റൽ ഇക്കോണമിയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മളെ എന്ത് ചെയ്യുക, മുകളിലേക്ക് എത്തുക, ചൈനയും മറികടന്ന് അമേരിക്കയും മറികടന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പേയ്മെൻറ്റ് വിഷൻ 2025ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, പേയ്മെൻറ്റ് വിഷൻ 2025 ഹാസ് ബീൻ പ്രിപ്പയർഡ് ബൈ കൺസിഡറിംഗ് ദ ഗൈഡൻസ് ഫ്രം ബോർഡ് ഫോർ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഓഫ് RBI. സോ ഇതിൻ്റെ പിന്നിലുള്ള തിങ്ക് ടാങ്ക് ആരാണെന്ന് നമുക്ക് ഇതിനകത്ത് തന്നെ മനസ്സിലായി കാണും. ആരാണ്? ബോർഡ് ഫോർ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ പേയ്മെൻറ്റ് വിഷൻ 2025ന് പിന്നിലുള്ള തിങ്ക് ടാങ്ക്. സോ അവരാണ് ഇതിൻ്റെ ഗൈഡ് ലൈൻസും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് എങ്കിൽ നമുക്ക് ആദ്യമേ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിന് ഒരു 5 ആങ്കർ ഗോൾ പോസ്റ്റുകളുണ്ട്. ഓക്കെ, ഇത് ലക്ഷ്യം വെക്കുന്ന, അതായത് അതിൻ്റെ ഗോൾ പോസ്റ്റുകൾ 5 ആണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻറ്റഗ്രിറ്റി, ഇൻക്ലൂഷൻ, ഇന്നൊവേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആൻഡ് ഇൻ്റർനാഷണലൈസേഷൻ. ഓക്കെ, വാട്ട് ആർ ദി 5 ഐസ് ഓഫ് പേയ്മെൻറ്റ് വിഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. വാട്ട് ആർ ദി 5 ഐസ് ഓഫ്? ഓക്കെ, 5 ഐസ്. ഇതിന് 5 ഗോൾ പോസ്റ്റുകളുണ്ട്. മീൻസ് 5 മേഖലകളിൽ ഈ ഒരു പ്രൊജക്റ്റ് വളരെ രീതിയിലുള്ള ഗ്രോത്തിന് ശ്രമിക്കുന്നു. ദേ ആർ ഇൻക്ലൂഷൻ. ഇൻക്ലൂഷൻ എന്നുള്ള വേർഡ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് എല്ലാ ജനങ്ങളെയും ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അവർക്ക് ഫ്രീ ഓൺ കോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കൺസിഡറബിൾ കോസ്റ്റിലോ ഇതെല്ലാം ചെയ്യുവാനായിട്ടുള്ള സൗകര്യം ഉറപ്പാക്കുക. സെക്കൻഡ് വൺ, ഇന്നൊവേഷൻ. ഓക്കെ, നമുക്കറിയാം ഡിജിറ്റൽ ഇന്നൊവേറ്റീവ് ടെക്നോളജി വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോക സാഹചര്യമാണുള്ളത്. സോ ആ ഒരു കാര്യത്തിൽ ഇന്ത്യ കൂടുതൽ എന്ത് ചെയ്യണം? ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരണം. അടുത്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. ജനങ്ങളുടെ വിശ്വാസ്യതയും ട്രസ്റ്റും ഒക്കെ ഉറപ്പാക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ പേയ്മെൻറ്റ് വിഷൻ മുന്നോട്ട് വെക്കുന്നു. ആൻഡ് ഇൻ്റർനാഷണലൈസേഷൻ. നമ്മളുടെ ഡിജിറ്റൽ ആസ്പെക്റ്റുകൾ, ഡിജിറ്റൽ ഐഡിയാസ്, ഡിജിറ്റൽ ടെക്നോളജീസ്, ഡിജിറ്റലായി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എന്തായിരിക്കണം? ഇൻ്റർനാഷണലൈസേഷൻ ആയിരിക്കണം. ഓക്കെ, അത് എന്തായിരിക്കണം? വളരെയധികം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളതായിരിക്കണം. ഓൾറെഡി നമുക്കറിയാം, നമ്മുടെ UPI യൂറോപ്യൻ യൂണിയൻ അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. നേപ്പാൾ, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിലും നമ്മുടെ UPI റുപേ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ് എല്ലാം വെൽക്കം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. സോ അതിലേക്ക് നമ്മളുടെ മറ്റ് പ്രൊഡക്റ്റുകൾ, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിവിധ ബാങ്കുകളുടേതായിക്കോട്ടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതായിക്കോട്ടെ, ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഓഫർ ചെയ്യപ്പെടുന്ന പ്രൊഡക്ട്സുകൾ ലോകത്തെമ്പാടും സ്വീകാര്യമാക്കുക. അതാണ് ഇൻ്റർനാഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് വാട്ട് ആർ ദി 5 ഐസ് ഓഫ് പേയ്മെൻറ്റ് വിഷൻ 2025. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ തീമിന് 4 E's എന്നുള്ള പേരാണ് കൊടുത്തിട്ടുള്ളത്. 4 E's. What are they? E-payment for everyone, everywhere, every time. അതായത് ഇ പേയ്മെൻറ്റ് സൗകര്യം എല്ലാവർക്കും എല്ലായിടത്തും എന്ത് ചെയ്യുക? ലഭ്യമാക്കുക. അപ്പോൾ 4 E's ഏതാണ്? ഇ പേയ്മെൻറ്റ്, എവരി വൺ, എവരിവെയർ, എവരി ടൈം. അപ്പോൾ 5 ഐസ് 4 E's വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പേയ്മെൻറ്റ് വിഷൻ 2025നെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഈ 4 ഐസും 5 ഐസും 4 E'സും തന്നെയാണ്. നമുക്കറിയാം, നമ്മളുടെ ഇപ്പോഴുള്ള ബാങ്കിങ് പോളിസീസ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ പോളിസീസ് ആയിക്കോട്ടെ, ഇതേപോലുള്ള സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള വേർഡുകൾ ഒരുപാട് കടന്നു വരാറുണ്ട്, അല്ലേ? സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള വേർഡുകൾ. സോ ആത്മനിർഭർ ഭാരത്, അമൃത് കാൽ, അല്ലേ? 5 പില്ലേഴ്സ് ഓഫ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്,
വികസിത് ഭാരത് അല്ലേ. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു സൂപ്പർലേറ്റീവ് നെയിമാണ് 5 Eyes and 4 E's പേയ്മെൻറ്റ് വിഷൻ 2025. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ 2019 ഒരു പേയ്മെൻറ്റ് വിഷനുമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം 2018 പീരീഡിലൊക്കെ ആയപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ ഇക്കോണമി പതുക്കെ എന്ത് ചെയ്യുകയാണ്, കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ 2019 വന്നപ്പോൾ നമ്മുടെ ഇക്കോണമി ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണ്? കോവിഡ് അല്ലേ. 2019-20 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിലൊക്കെ ആയപ്പോൾ കോവിഡ് വന്നു. കോവിഡിന് ശേഷം ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള പോളിസീസും പ്രോഗ്രാമുകളും ഒന്നും ഇതിനകത്ത് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ കോവിഡ് കൊണ്ടുവന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കോവിഡ് സമയത്ത് എന്ത് ചെയ്തു, ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസിൻ്റെ വോളിയം വളരെയധികം വർദ്ധിച്ചു തുടങ്ങി, നല്ലൊരു ഗ്രോത്ത് രേഖപ്പെടുത്താനായിട്ട് തുടങ്ങി. പിന്നെ പോസ്റ്റ് കോവിഡ് എറയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ബാങ്ക് ഇറ്റ്സെൽഫ് ഒരുപാട് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയും നമുക്ക് അത് അക്സസിബിൾ ചെയ്യാനായിട്ട് കഴിയുന്നു. സ്റ്റിൽ നമ്മൾക്ക് ഉദ്ദേശ രീതിയിലേക്ക് ഇതിൻ്റെ ടാർഗറ്റ് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയും അവിടെ നിൽക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2024-25 ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനിച്ച ഫിനാൻഷ്യൽ ഇയറിൻ്റെ കണക്ക് പ്രകാരം രാജ്യത്ത് മാക്സിമം ഒരു 40% ആൾക്കാർക്ക് മാത്രമേ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആക്സസബിൾ ആയിട്ടുള്ളൂ. അതായത് രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 40% ഓഫ് പീപ്പിൾസിന് മാത്രമേ ഇത് ആക്സസബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ മോർ ദാൻ ഹാഫ് ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ ഈസ് നോട്ട് ഡൂയിങ് എനി കൈൻഡ് ഓഫ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ 2025 പേയ്മെൻറ്റ് വിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഒബ്ജക്റ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ടു എലവേറ്റ് ദ പേയ്മെൻറ്റ് സിസ്റ്റം ടുവേർഡ്സ് റിലീം ഓഫ് എംപവറിംഗ് യൂസേഴ്സ് വിത്ത് അഫോർഡബിൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആക്സസബിൾ എനി ടൈം എനിവെയർ വിത്ത് കൺവീനിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ട് തന്നെ രാജ്യത്ത് ഭൂരിഭാഗം ആൾക്കാർക്കും ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല ഈ നിലവിലും അല്ലേ. അപ്പോൾ ആ സൗകര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ടും ഈ പേയ്മെൻറ്റ് വിഷൻ 2025 ഭാഗമായിട്ട് ഉറപ്പ് നൽകുക. സെക്കൻഡ് വൺ ഏതാണ്? ടു എനേബിൾ ജിയോ ടാഗിംഗ് ഓഫ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രാൻസാക്ഷൻ ആൻഡ് റീവിസിറ്റിംഗ് ഗൈഡൻസ് ഫോർ പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ക്ലോസ്ഡ് സിസ്റ്റം ഓഫ് പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ടെർമിനോളജിയാണ് PPIs. എന്താണ്? പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കൂടുതലും എന്ത് ചെയ്യുക, കൊണ്ടുവരിക, അതിനെ എന്ത് ചെയ്യുക, ജിയോ ടാഗ് ചെയ്യുക. ജിയോ ടാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ പെരുകുമ്പോൾ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഫ്രോഡലൻ്റ് ആക്ടിവിറ്റീസും കൂടാനുള്ള സാധ്യതയുണ്ട്, അത് ഒഴിവാക്കുക. അടുത്തത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ റെഗുലേറ്റിംഗ് ആൾ സിഗ്നിഫിക്കൻറ്റ് ഇൻ്റർമീഡിയറീസ് ഇൻ പേയ്മെൻറ്റ് എക്കോസിസ്റ്റം ആൻഡ് ലിങ്കിങ് ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് ക്രെഡിറ്റ് കമ്പോണൻസ് ഓഫ് ബാങ്കിങ് പ്രോഡക്ട്സ് ടു UPI. ഓക്കെ, നമ്മുടെ ഡെബിറ്റ് കാർഡുകൾ അല്ലേ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ട് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ലിങ്കിങ് UPI എന്ന് പറയുന്ന ആശയം നടപ്പാക്കുക. സോ ക്രെഡിറ്റ് കാർഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് ചെയ്യുന്നവരെണ്ണോ വളരെയധികം കൂടുന്നുണ്ട്. അതിനെ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസുമായി എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്ത് കൂടുതൽ കൺവീനിയൻ്റ് ആക്കുക എന്നുള്ളതും പേയ്മെൻറ്റ് വിഷൻ 2025 വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ, ടു ബ്രിങ് ആൻ എൻഹാൻസ്മെൻറ്റ് ടു ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ഇൻക്ലൂഡിംഗ് വൺ നേഷൻ വൺ ഗ്രിഡ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് ക്രിയേറ്റിംഗ് എ പേയ്മെൻറ്റ് സിസ്റ്റം ഫോർ പ്രോസസ്സിംഗ് ഓൺലൈൻ മെർച്ചൻറ്റ് പേയ്മെൻറ്റ് യൂസിങ് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ ബാങ്കിങ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CTS സിസ്റ്റം, ചെക്ക് ട്രക്കേഷൻ സിസ്റ്റം. അതുപോലെ വൺ നേഷൻ വൺ ഗ്രിഡ് ക്ലിയറിംഗ് സിസ്റ്റം. ഇതുപോലെയുള്ള പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നിട്ട് മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഓൺലൈൻ മർച്ചൻറ്റ് ബാങ്കിങ് ഇവയൊക്കെ എന്ത് ചെയ്യുക, പോപ്പുലറൈസ് ചെയ്യുക അല്ലേ. ഇപ്പോൾ മൊബൈൽ ബാങ്കിങ് ഒരുവിധം എന്ത് ചെയ്തിട്ടുണ്ട്, പോപ്പുലറൈസ് ആയിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഓക്കെ, മെർച്ചൻറ്റ് പേയ്മെൻറ്റ്. സോ ഇതിനൊക്കെ ബാങ്ക് അക്കൗണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് നൽകി അവരെ ഇതിനെന്ത് ചെയ്യുക, കൺവീനിയൻ്റ് ആക്കുക. ഇപ്പോൾ നമ്മളൊരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കേട്ടാൽ നമ്മളെ മൈൻഡിലേക്ക് പെട്ടെന്ന് എത്തുന്ന കാര്യം നമ്മളിതെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ്. സോ നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്ന അതേ കപ്പാസിറ്റിയിൽ വീട്ടിലെ നമ്മുടെ മാതാപിതാക്കൾ ഇത് ഗ്രാസ്പ് ചെയ്യണമെന്നില്ല. കാര്യം എന്താണ്, ആക്സസിബിലിറ്റിയുടെ കുറവാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് മോർ ദാൻ 60% ഓഫ് ദ പീപ്പിൾ ആർ ഔട്ട് ഓഫ് ഇന്ത്യാസ് ഡിജിറ്റൽ എക്കോസിസ്റ്റം. അത് ഒഴിവാക്കുക എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ, നമുക്ക് ഇതിൻ്റെ ഗോൾസ് ടു അച്ചീവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വോളിയം ഓഫ് ചെക്ക് ബേസ്ഡ് പേയ്മെൻറ്റ് ടു ബി ലെസ് ദാൻ
0.25 ഓഫ് ദി ടോട്ടൽ റീറ്റെയിൽ പേയ്മെൻറ്റ്. അപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് വരുന്നതോടുകൂടി ഈ ചെക്ക് ബേസ്ഡ് പേയ്മെൻറ്റ്സിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി കുറയും, നമുക്കറിയാം അല്ലേ. 2025 എൻഡ് ചെയ്യുമ്പോൾ ചെക്ക് ബേസ്ഡ് പേയ്മെൻറ്റ് ലെസ് ദാൻ 0.25% അല്ലേ, 0.25% ആയിട്ട് ചെക്ക് ബേസ്ഡ് പേയ്മെൻറ്റ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. ട്രിപ്പിളിംഗ് ദി നമ്പർ ഓഫ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ, നിലവിലുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, 3 ഇരട്ടിയാക്കുക, ട്രിപ്പിൾ ചെയ്യുക. ഓക്കെ, UPI to register average annualized growth of 50% and IMPS NEFT at 20%. ഓക്കെ, UPI രജിസ്ട്രേഷൻ 50%ലേക്ക് ഉയർത്തുക. ഇപ്പോൾ ഒരു 30%ലേക്കൊക്കെയാണ് എത്തുന്നത്. 30% 2025 30% ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത് 50%ലേക്ക് എത്തുക. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസസ് IMPS നെഫ്റ്റ് അല്ലയോ, നെഫ്റ്റ് ഒക്കെ എന്തിലേക്ക് എത്തുക, 20%ലേക്ക് എത്തുക. ഇതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുവാനായിട്ടുള്ളത്. ഡെബിറ്റ് കാർഡ് യൂസേജ് ടു സർപാസ് ക്രെഡിറ്റ് കാർഡ് ഇൻ ടേംസ് ഓഫ് വാല്യൂ. ഓക്കെ, ഡെബിറ്റ് കാർഡിൻ്റെ യൂസേജ് ക്രെഡിറ്റ് കാർഡിനേക്കാൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് ഇൻ PPI ട്രാൻസാക്ഷൻ ബൈ 150%. പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷനുകൾ 150%, 150% എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. കാർഡ് അക്സെപ്റ്റൻസ് ഇൻഫ്രാസ്ട്രക്ചർ ടു ഇൻക്രീസ് 250 lakhs. ഓക്കെ, കാർഡുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ, നമുക്കറിയാം കാർഡ് പേയ്മെൻറ്റ് പോസ്റ്റ് മിഷൻസിൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യാനുള്ള സൗകര്യം എല്ലായിടത്തും ആകുന്നതേ ഉള്ളൂ. അത് എത്രയിലേക്ക് എത്തിക്കുക, 250 lakhsലേക്കൊക്കെ എത്തിക്കുക. ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പേയ്മെൻറ്റ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷനിലെ 75% ഏതിലേക്ക് എത്തിക്കുക, ഈ പറയുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് എത്തുക. നിലവിൽ നമ്മളിൽ വേൾഡ് ഇക്കോണമിയിൽ 3rd പൊസിഷനിൽ നിൽക്കുന്ന ഇന്ത്യയെ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരിക അല്ലേ. നമുക്കതിന് പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. കാര്യം ലോകത്തെ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ പവർ റിസോഴ്സ് അല്ലേ, പോപ്പുലേഷൻ ഉള്ള രാജ്യം നമ്മൾ ഇന്ത്യയാണ്. ഓക്കെ, അപ്പം ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡിജിറ്റൽ എക്കോസിസ്റ്റം, ഡിജിറ്റൽ ഇക്കോണമി, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ ഗ്രോത്ത് കൊണ്ടുവരിക, വളരെയധികം ഉയരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേയ്മെൻറ്റ് വിഷൻ 2025ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അപ്പോൾ അപ്കമിങ് എക്സാമിനേഷന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേയ്മെൻറ്റ് വിഷൻ 2025 നിന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ 2025 സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചുകൊണ്ട് പോയാൽ മതി. പിന്നീട് കോഴ്സസിനെ സംബന്ധിച്ചും മറ്റ് വിവരങ്ങളെ സംബന്ധിച്ചൊക്കെ അറിയുവാനും എക്സ്പേർട്ടായിട്ടുള്ള ഒരു കൗൺസിലിംഗ് സപ്പോർട്ടൊക്കെ കിട്ടാനുമായിട്ട് ഞങ്ങളുടെ ടീമുമായിട്ട് ബന്ധപ്പെടുക. കോൺടാക്ട് നമ്പർ ഈസ് 7736122215. ഓക്കെ, എൻട്രിയിൽ നിന്ന് വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളുമായി കാണാം. ഇറ്റ്സ് മീ വിശ്വനാഥ് സൈനിങ് ഓഫ് ഫ്രം എൻട്രിയ. താങ്ക് യു.